നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിലെ ഒരു ഹൈലൈറ്റ് ടെക് മഹീന്ദ്രയിലെ ചില വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന തൊഴിൽ അവസരങ്ങളാണ്. നമ്മൾ അറിയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖ കമ്പനിയാണ് മഹീന്ദ്ര ഗ്രൂപ്പിലുള്ള ടെക് മഹീന്ദ്ര എന്ന കമ്പനി. ഇവര് മിനിമം ഡിഗ്രി എങ്കിലും അറിയാവുന്ന, മലയാളം നന്നായി അറിയാവുന്നവരെ ഇപ്പോൾ ഒരു ബൾക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലികളാണ്. ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ വിദേശത്തേക്ക് 2 റിക്രൂട്ട്മെന്റ്, ഒന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, മറ്റൊന്ന് നെസ്റ്റോ ഗ്രൂപ്പിലെ അവസരങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള 2 റിക്രൂട്ട്മെന്റുകൾ, അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് മേഖലയിലെ ചില അവസരങ്ങൾ, എഞ്ചിനീയേഴ്സിനുള്ള ചില അവസരങ്ങൾ, പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനൊക്കെയുള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴി ഗവൺമെന്റിലേക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ, അത് PSC പരീക്ഷയിലൂടെയൊന്നും അല്ലാതെ ഗവൺമെന്റിലേക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിൽ. ആദ്യം ഞാൻ അക്കൗണ്ട്സ് മേഖലയിലുള്ള 2 കമ്പനികളിലെ അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. സ്റ്റാഫ് സ്പെക്ട്രം എന്ന് പറഞ്ഞ കമ്പനി, ഇത് മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരിയിലുള്ള കിൻഫ്രോ ടെക്നോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ്. ഇവര് അക്കൗണ്ടന്റുമാരായിട്ട് BCom MCom കഴിഞ്ഞവരെ നിയമിക്കുന്നുണ്ട്. ഇതുകൂടാതെ എറണാകുളത്തെ ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ആൾട്ടോസ് ടെക്നോളജീസ്, ഇവരും അക്കൗണ്ടന്റുമാരെ നിയമിക്കുന്നുണ്ട്. ഇത് MCom അല്ലെ BCom അല്ലെ MBA ഫിനാൻസ് കഴിഞ്ഞ മിനിമം 6 months എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള അവസരങ്ങളാണ്. SAP അതിനകത്ത് അറിയാവുന്നവർക്കൊക്കെ ഒരു പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ 2 അക്കൗണ്ടിംഗ് തസ്തികകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത അവസരം ടെക് മഹീന്ദ്രയിലെ അവസരമാണ്. ഇതാണ് ഞാനൊരു വർക്ക് ഫ്രം ഹോം ജോലിയായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള ഒരു അവസരം. ഇതൊരു ബൾക്ക് ഹയറിംഗ് ആണ്. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികളാണ്. കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, ഈ ഒരു തസ്തികയിലേക്കാണ് ടെക് മഹീന്ദ്ര ഹയർ ചെയ്യുന്നത്. ഓർക്കുക, ഇതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. എന്നാൽ മലയാളം നന്നായിട്ട് അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആവറേജ് ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ ഒന്ന് വായിച്ചെടുക്കുവാനായിട്ട് കഴിയണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മലയാളം നന്നായിട്ട് അറിയാവുന്ന, ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാവുന്ന ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അവസരമുണ്ട്. ഇവരുടെ ക്ലയൻസിനൊക്കെ വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് ഓൺലൈനിലൂടെ നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ ലാപ്ടോപ്പ് അല്ല, ഇവര് ചില സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻ ഉള്ള ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം. വീട്ടില് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഇതിന്റെ ഇന്റർവ്യൂ ഓൺലൈൻ ആയിട്ടായിരിക്കും. അത് ഈ ലാപ്ടോപ്പിലൂടെ അറ്റൻഡ് ചെയ്യണം എന്നും ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം മിനിമം ഡിഗ്രി ഉള്ള, നന്നായി മലയാളം സംസാരിക്കുന്ന, ഇംഗ്ലീഷ് വായിക്കാനൊക്കെ കഴിയുന്ന, ലാപ്ടോപ്പ് സ്വന്തമായിട്ടുള്ള, ബ്രോഡ്ബാൻഡ് കണക്ഷൻ വീട്ടിലുള്ളവർക്ക് ഈ ഒരു അവസരത്തിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇ-കൊമേഴ്സ് പ്രോസസ്സിലേക്ക് വേണ്ടിയിട്ട് വോയിസ് ഇൻബൗണ്ട്, അതായത് ഇങ്ങോട്ട് വരുന്ന കോളുകൾക്ക് റിപ്ലൈ ചെയ്യുന്ന ജോലികളായിരിക്കും. ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യേണ്ടതായിട്ട് വരും. റൊട്ടേഷണൽ ഷിഫ്റ്റിൽ നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിന്റെ ശമ്പളം ഇവരെ സൂചിപ്പിക്കുന്നത്, ഫ്രഷേഴ്സ് ആണെങ്കിൽ ടേക്ക് ഹോം കയ്യിൽ കിട്ടുന്നത് ഏതാണ്ട് 13,900 ആണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് 15,700 രൂപ. മിനിമം 6 മാസമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ടേക്ക് ഹോം ആയിട്ട് കിട്ടും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ ഇന്റർവ്യൂ ചെയ്യാം. എല്ലാ ദിവസവും 10 മണിക്കും 6 മണിക്കും ഇടയ്ക്കായിട്ട് ഓൺലൈനിൽ ഇതിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പൊ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോവുക, അല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് ടെക് മഹീന്ദ്ര എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ഈ 10 മണിക്കും 6 മണിക്കും ഇടയ്ക്കായിട്ട് ഒരു ഓൺലൈനിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇന്റർവ്യൂ വിജയിച്ചു കഴിഞ്ഞാൽ ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. ഓർക്കുക, കമ്പ്യൂട്ടറിലൂടെ ഇവർ ഈ സൂചിപ്പിക്കുന്ന അതേപോലെയുള്ള കമ്പ്യൂട്ടറിലൂടെ വീട്ടിലിരുന്നുകൊണ്ട് വേണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ എന്നുള്ള കാര്യം. അപ്പൊ ഇതാണ് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ടെക് മഹീന്ദ്രയിൽ ലഭ്യമായിരിക്കുന്ന ഒരവസരം. ഇനി നമുക്ക് എഞ്ചിനീയേഴ്സിനൊക്കെയുള്ള ഒരു നല്ല അവസരം സൂചിപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ബൈക്ക് റൈഡിംഗ് ഒക്കെ താല്പര്യമുള്ള, ഓട്ടോമൊബൈൽ മേഖലയിൽ താല്പര്യമുള്ള എഞ്ചിനീയേഴ്സിനുള്ള ഒരു നല്ല അവസരമാണ്. ഇത് BTech ഗ്രാജുവേറ്റ്സിനും ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഇതൊരു ഇന്റേൺഷിപ്പ് അവസരമാണ്. നിങ്ങൾ വാഹനം, റോയൽ എൻഫീൽഡ് ആണ് ഈ ഹയറിംഗ് നടത്തുന്നത്. ഇവരുടെ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടുള്ള ഒരു ജോലിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബൈക്ക് റൈഡിംഗ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനുള്ള സുന്ദരൻ അവസരമാണ് എന്ന്. നിങ്ങൾക്ക് പ്രതിമാസം ഏതാണ്ട് 19,800 രൂപയെ
ഇതിന്റെ സ്റ്റൈഫൻഡ് ആയിട്ട് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഫ്രഷ് ബിടെക് ഗ്രാജുവേറ്റ്സ്, അതായത് 2020 മുതൽ 24 വരെ പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് ഇതിന് അപ്ലൈ ചെയ്യാം. അല്ലെ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കോ തേർഡ് ഇയർ പഠിക്കുന്നവർക്കോ ഒക്കെ ഒരു ഇന്റേൺഷിപ്പിന് ഒരു എന്താ പറയാ നിങ്ങൾക്ക് ഒരു സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. റീസെന്റ് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇപ്പോൾ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ റെസ്യൂമെയും 10th 12th മാർക്ക് ലിസ്റ്റും ഡിഗ്രി കഴിഞ്ഞതാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ ആയിട്ട് വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. ഓർക്കുക, ഈ സ്റ്റൈഫൻഡ് കൂടാതെ അത് ഏറ്റവും രസകരമായ സാധനം, നിങ്ങൾക്ക് ഫ്രീ ഫുഡ് ലഭ്യമാകും. അതേപോലെ നിങ്ങളുടെ ഈ ബൈക്ക് റൈഡിങ് അതിനൊക്കെ വേണ്ട ചെലവുകൾ, ട്രാൻസ്പോർട്ട് ചെലവുകളെല്ലാം റോയൽ എൻഫീൽഡ് വഹിക്കുന്നതായിരിക്കും. സേഫ്റ്റി ഗിയർ ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും. യൂണിഫോം ഫ്രീ ആയിട്ട് ലഭ്യമാകും. മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് 2 വിദേശ അവസരങ്ങൾ കൂടി പരിശോധിക്കാം. ഒരു അവസരം ലഭ്യമായിരിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 390 ഷോറൂമുകളാണ് 11 രാജ്യങ്ങളിലായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ GCC ഗൾഫ് രാജ്യങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്, കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ്, 2 തസ്തികകളിലാണ് അവസരങ്ങൾ ഉള്ളത്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി മറ്റൊരു വിദേശ അവസരം ലഭ്യമായിരിക്കുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഒരു കുവൈറ്റിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. നെസ്റ്റോ എന്നുള്ളത് ഈ ലുലു പോലെ കേരളത്തിൽ തന്നെയുള്ള ഒരു മാനേജ്മെന്റിന്റെ ഗൾഫിലുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിനുകളാണ്. അപ്പൊ ഗൾഫിലേക്ക് അവര് ഏതാണ്ട് 8-10 തസ്തികളിൽ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോർ മാനേജർ ഉണ്ട്, ബയർ ഉണ്ട്, റിസീവർ ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, സെയിൽസ്മാൻ ഉണ്ട്, ക്യാഷ്യർ ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡ്, ഫിഷ് കട്ടർ, ബുച്ചർ, ഇങ്ങനെയുള്ള തസ്തികളിലാണ് അവസരങ്ങൾ ഉള്ളത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെയാണ് ഇവരെ ഇതിനൊക്കെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 21-ാം തീയതി തിങ്കളാഴ്ച വടകരയിൽ വെച്ചും 22-ാം തീയതി ചൊവ്വാഴ്ച കോഴിക്കോട് വെച്ചിട്ടും 23-ാം തീയതി തിരൂർ വെച്ചിട്ടുമാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അത് വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ ഈ വോക്ക് ഇൻ അവരെ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇനി നമുക്ക് കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയായ KDISC, അതായത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, KDISCിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, അത് CMD സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് ഏപ്രിൽ 25-ാം തീയതി 5 മണി വരെ ആയിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 13-7 20 തസ്തികളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. 8 തസ്തികളിലായിട്ട് ഏതാണ്ട് 20 പേരെയാണ് ഹയർ ചെയ്യുന്നത്. KKEM TRCയിലെ ഉണ്ട്, അതേപോലെ തന്നെ KDISC PMU, ഈ 2 ഏരിയകളിൽ ആണ് ഈ റിക്രൂട്ട്മെന്റ്സ് ഈ 8 തസ്തികളിലായിട്ട് നടത്തുന്നത്. കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവസരങ്ങളായിരിക്കും. പ്രോഗ്രാം മാനേജറായിട്ട് BTech, MBA, MSW വിത്ത് 5 years എക്സ്പീരിയൻസ് ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. 70,000 രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ട് സിമിലർ ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള, എന്നാൽ മിനിമം 4 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. 50,000 രൂപ വരെ ആയിരിക്കും ശമ്പളമുള്ളത്. ജൂനിയർ കൺസൾട്ടന്റ് ആയിട്ട് ഡിഗ്രിയോ PGയോ ഉള്ള, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, ലോയർ, അഗ്രികൾച്ചർ, സോഷ്യൽ സയൻസ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, ഈ മേഖലകളിൽ ഡിഗ്രിയോ PGയോ ഉള്ള മിനിമം 3 year എക്സ്പീരിയൻസ് ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. 40,000 രൂപ വരെയാണ് ശമ്പളം. ഡോക്യുമെന്റേഷൻ ആൻഡ് മീഡിയ കോർഡിനേറ്റർ ആയിട്ട് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ PGയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുള്ള 3 year ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് സെക്രട്ടറി ടു ഡയറക്ടർ എന്ന അവസ്ഥയിലേക്ക് BTech, MBA, MSW വിത്ത് 2 year എക്സ്പീരിയൻസ് ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആയിട്ട് MBA അല്ലെ BTech അല്ലെ PG ഇൻ സയൻസ്, കൊമേഴ്സ്, ആർട്സ്, അതായത് MCOM, MA, MSc അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ടും ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയുള്ള മിനിമം 2 years എക്സ്പീരിയൻസ് ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. പ്രോജക്ട് അസിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് മിനിമം 1 year എക്സ്പീരിയൻസ് ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പം
ഡിഗ്രി വിത്ത് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർ മുതൽ ഈ BTech MBA MSW ഇന്ന് ക്വാളിഫിക്കേഷൻ ഉള്ള 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരെ വരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ സെലക്ഷൻ മെത്തഡോളജിയും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. അത് ഫില്ല് ചെയ്തൊക്കെ വേണം നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട്. അപ്പോൾ ഓർക്കുക, അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അവർ ഇവിടെ നൽകുന്നുണ്ട്, ഏപ്രിൽ 25-ാം തീയതി 5 PM. അപ്പം ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങളെ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽസിനെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ ടെലഗ്രാമിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.